ഹായ് ഫ്രണ്ട്സ്, അനസ് ബാവൂരാണ്. ആദ്യമായിട്ട് തന്നെ ലോക മുസ്ലിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രദേശത്ത് എന്നെ ഒരു ജോലിക്കാരനായി നിയോഗിച്ച സർവേശ്വരനെ സ്തുതിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ തുടങ്ങട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട മദീന ഷെരീഫിലാണ് ഇന്നത്തെ ഡ്യൂട്ടി. രാവിലെ തന്നെ പതിവ് പോലെ റമദാനായതിനുണ്ട് അത്ര തിരക്കൊന്നുമില്ല. എന്നാലും റോഡ് ക്രോസിങ് ചെയ്യുന്നത് വിശ്വാസികളുടെ ഒരു പ്രവാഹം തന്നെ കാണാം. അവിടെ പോലീസ് വളരെ കൃത്യതയോടുകൂടി നിയന്ത്രിച്ച് ജനങ്ങളെ മാറ്റി നിർത്തി വാഹനങ്ങളൊക്കെ കടത്തി വിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എൻ്റെ ജോലി എന്ന് വെച്ചാൽ സൂപ്പർ മാർക്കറ്റിലേക്ക് നമ്മുടെ ഗാലക്സിയുടെ ചോക്ലേറ്റ് ഐറ്റംസുകൾ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു നല്ലൊരു പാർക്കിങ്ങിന് വേണ്ടി ഇങ്ങനെ അലയുകയാണ്. പാർക്കിംഗ് കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഒരു പോയിട്ട് ട്രോളി എടുത്തു വന്ന് ഏകദേശം ഹറമിൻ്റെ അടുത്ത് തന്നെയാണ്. എന്നാലും സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്ത് വണ്ടി അടുത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഒരു 500 മീറ്ററോളം അകലെയാണ് വണ്ടി പാർക്ക് ചെയ്യേണ്ടത്. അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് സാധനം നമ്മൾ ഇറക്കി കൊണ്ടുപോകണം. അതിന് ലേബർ എക്സ്പെൻസീവൊക്കെ കമ്പനി നമുക്ക് തരുന്നതാണ്. അപ്പം ഇപ്പോൾ ഈ വിശ്വാസികളെ പോലീസ് വാഹനം തടഞ്ഞിട്ട് ആളുകളെ കടത്തി വിടുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ പോലീസ് ആളുകളെ അവിടെ നിർത്തിയിട്ട് വാഹനങ്ങൾ കടത്തിവിടും. എൻ്റെ ഒരു അനുഭവത്തിൽ വളരെ നന്നായിട്ട് റോഡ് ക്രോസ് ചെയ്യും, ട്രാഫിക് വളരെയധികം പാലിക്കുന്ന ഒരാളുകളായിട്ട് ഞാൻ കണ്ടത് മലേഷ്യൻ, ഇന്തോനേഷ്യൻ ആളുകളെയാണ്. അവർ വളരെ ജാഗ്രതയിലാണ്. ഇത്ര പതുക്കെ വാഹനം പോകണമെങ്കിൽ വളരെ ജാഗ്രതയിലേ അവർ മുറിച്ച് കിടക്കുക തന്നെ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് പോലുള്ള ആളുകൾ ഒരു പക്വതയും ഇല്ലാതെ ചിലപ്പോൾ ഒരു ഡ്രൈവേഴ്സിൻ്റെ ബ്ലൈൻഡ് പോയിൻ്റ് വരെ ശ്രദ്ധിക്കാതെ വണ്ടിയുടെ മുന്നിലേക്ക്, അവരെ വിചാരം വണ്ടി ഡ്രൈവർ അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും അവർ നിർത്തുമെന്നുള്ളൊരു ധാരണ, ഒരു മുൻവിധിയും ഇല്ലാതെ റോഡ് മുറിച്ച് കിടക്കുന്ന ഈ പറയപ്പെട്ട രാജ്യക്കാരെയും ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഞാനൊരു നല്ലൊരു പാർക്കിംഗ് തേടി ഇങ്ങനെ പോവാണ്. അപ്പം ആ പാർക്കിങ്ങിൽ ഏകദേശം എത്താറായി. പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഏകദേശം ജോലി തുടങ്ങാം. ഇവിടുത്തെ ജോലി പറഞ്ഞാൽ പെട്ടെന്ന് തീർക്കണം അവിടെ കൂടുതൽ. അപ്പം നമുക്ക് പാർക്കിംഗ് കിട്ടി. അപ്പം ഞാൻ ഒരു ട്രോളി എടുത്ത് വന്നിട്ട് സാധനങ്ങൾ ട്രോളിയിലിട്ടിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പം ആ സൂപ്പർ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ സാധനം റിസീവ് ചെയ്യുക, ഇൻവോയ്സ് എടുക്കുക, പോരുക. ഇതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പം സാധനം ട്രോളിയിൽ വെച്ച് തള്ളിക്കൊണ്ട് ഹറമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഹറമിനോട് ചാരി തന്നെയാണ് സൂപ്പർ മാർക്കറ്റുള്ളത്. അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സാധനം ഇറക്കി റിസീവ് ചെയ്താൽ നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. ഏകദേശം ഈ കാണുന്നത് ഹറമിൻ്റെ ഈ ഗേറ്റാണ്. ഹറമിൻ്റെ മുനാരൊക്കെ നമ്മൾ കണ്ടു. ഇതുപോലത്തെ വിശദമായിട്ട് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് നിങ്ങളുടെ അഭിപ്രായത്തിനൊക്കെ അനുസരിച്ചായിരിക്കും, നിങ്ങളുടെ സപ്പോർട്ട് പോലെയൊക്കെ ഇരിക്കും നമ്മുടെ വീഡിയോയുടെ ഒരു ഗതി. അപ്പം ഏകദേശം ഇതിൻ്റെ ഉൾസൈഡിലെത്തി. അപ്പം റിസീവ് ചെയ്തു. ഇനി ഇൻവോയ്സ് കിട്ടുന്ന സമയം വരെ കുറച്ചൊക്കെ ഹറമിൽ ഇങ്ങനെ ചുറ്റി നടക്കും. സൈനിങ് ഓഫ്, അനസ് ബാവൂർ, മദീന.